ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇന്ത്യൻ 2 കണ്ടിരിക്കുകയാണ്. അപ്പം പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വാസ് ടോട്ടലി ഡിസപ്പോയിൻറ്റഡ്. ഒന്നാമത്തെ കാര്യം, ട്രെയിലർ എന്നെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കയറ്റി. പക്ഷേ ആ പടത്തിൽ ഒന്നും എന്നെ ഹൈപ്പ് കയറ്റുന്നതോ അതോ കൈയടിക്കാനായിട്ട് ഉണ്ടായിരുന്നു. വിവേകിനെ കാണിക്കാൻ നേരത്ത്, നമ്മുടെ വേണിച്ചേട്ടനെ കാണിക്കാൻ നേരത്ത്, ഇങ്ങനെ ആളെ കാണിക്കാൻ നേരത്ത് മാത്രം കൈയടിയുള്ളൂ. പിന്നെ ആ സിനിമയിൽ കൈയടിക്കാൻ ഒരു ഫാക്ടർ പോലും എനിക്ക് തോന്നിയിട്ടില്ല. പടം ഡയറക്റ്റഡ് ബൈ ശങ്കർ. യെസ്, ഒരു ബിഗ് സൂപ്പർ സ്റ്റാർ ഡയറക്ടറാണ് പുള്ളിക്കാരൻ. ചെയ്യുന്ന എല്ലാ പടവും ഹിറ്റുകളുടെ മേളമാണ്. 2.0 മാത്രമാണ് എൻ്റെ അറിവിൽ ഒട്ടാറ് ഫ്ലോപ്പ് ആയിട്ടുള്ളത്. ഈ പടത്തിനെ കൂടുതൽ പറ്റി അറിയണമെങ്കിൽ ഇതിൻ്റെ തേർഡ് പാർട്ടും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ബാക്കി സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു എൻ്റെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ദെൻ റിട്ടേൺ ബൈ ശങ്കർ, അവിടെയാണ് പണി പാളിയത്. ഇന്ത്യൻ ഫസ്റ്റ് എഴുതിയ സുജാത എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. അത് ഇന്ത്യൻ 2ൻ്റെ ആ സ്ക്രിപ്റ്റും അതൊക്കെ വെൽ സ്ട്രോങ് സാധനമായിരുന്നു. ഇത് പിന്നെ ശങ്കർ എന്നെ കയ്യിൽ നിന്ന് ഇട്ടെടുത്ത സാധനം എന്നുള്ള കാര്യം, അത് എടുത്ത് വെച്ചപ്പോൾ തന്നെ ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് സംഭവം പിടികിട്ടി. പഴയ ശങ്കർ മോഡൽ തന്നെയാണ് പടം മുന്നോട്ട് പോകുന്നുള്ള കാര്യം. കുറച്ച് അന്യൻ മോഡലും കുറച്ച് ഐ മോഡലും എല്ലാം കൂടെ ചേർന്ന് ഒരു അന്യൻ ഐ മോഡലിലാണ് പടം മുന്നോട്ട് പോകുന്നത്. ആക്ച്വലി അതിൽ കമലഹാസനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി കറക്റ്റാണ്, നമുക്ക് കമലഹാസനെ കാണാനേ പറ്റത്തില്ല. പിന്നെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബി സിംഹയുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. നെടുമുടി വേണുവിൻ്റെ മകനായിട്ടാണെന്ന് ട്രെയിലറിൽ മനസ്സിലായി. അതിലും കുറേ CBI ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ, ഇൻവെസ്റ്റിഗേഷനിൽ എന്ത് തേങ്ങയാണ് കാണിക്കണമെന്ന് പോലും ഒരു പിടുത്തവും ഇല്ല. പിന്നെ കൂടെ വിവേക് നിൽപ്പുണ്ട്. വിവേകിൻ്റെ ഒക്കെ ചില പോർഷൻസ് ഒക്കെ AI പക്കയാണ്. നെടുമുടി വേണു ചേട്ടൻ്റെയും കുറേ സീൻസ് ഒക്കെ AI, അതൊക്കെ പോട്ട്. പക്ഷെ ഒരു 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 സുഖമില്ല സത്യം പറഞ്ഞാൽ സ്ക്രീനിൽ കാണാൻ. ശങ്കർ എപ്പോഴും പറയുമായിരുന്നു, വിവേക് സാർ ரொம்ப വ്യത്യാസമാണ് പണിയെടുക്കാങ്ക. വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, സീരിയസ്ലി പറയണം. പക്ഷേ എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ മർമ്മക്കലകൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. എനിക്ക് ആ മർമ്മം കാണിച്ച രീതിയല്ല, പക്ഷെ അതിനുള്ള ആഫ്റ്റർ ദ റിയാക്ഷൻ എനിക്കത് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഭയങ്കര ഷോ ആയിട്ട് തോന്നി. അത്ര ഞാൻ ഡിസപ്പോയിന്റ് ആയിപ്പോയി. ആ ഒരു മർമ്മം എഫക്റ്റ് കിട്ടിയതിന് ശേഷമുള്ള റിയാക്ഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. അയ്യോ, എനിക്ക് അവരൊന്നും പേര് പറയാൻ താല്പര്യമില്ല. അവരൊക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ഒരു 3 പേരുണ്ട്. അവരൊക്കെ 3 പേരും അട്ടാണ് ഡിസപ്പോയിന്റ്. സിദ്ധാർത്ഥിന്റെ പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് മാറി സിദ്ധാർത്ഥിന്റെ പെർഫോമൻസ്, അങ്ങോട്ട് നല്ല രസമായിരുന്നു. പിന്നെ അങ്ങോട്ട് സീരിയസ്നെസ് ആയപ്പോൾ സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിലെ കുറെ സ്റ്റോറീസ് ഒക്കെ എനിക്ക് പഴയ ശങ്കർ മോഡൽ ആ ഒരു ഇമോഷൻസ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു വർക്കൗട്ട് എനിക്ക് വന്നിട്ടില്ല. പിന്നെ എടുത്തു വരേണ്ട കാര്യമാണ് ഇതിനകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക്. ആക്ച്വലി അനിരുദ്ധ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ പിടിച്ചിരുന്നത്. അനിരുദ്ധിന് ആ ഫസ്റ്റ് സോങ്ങിനൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു, അനിരുദ്ധ് അത് ഭയങ്കര ഷോ പോയിരുന്നു. പക്ഷെ അനിരുദ്ധ് ആയിരുന്നു ഈ സിനിമയിലെ മെയിൻ താരം. അനിരുദ്ധ് ഈ പാട്ടിലൊക്കെ ഈ സീൻസിൽ കൈവച്ചില്ല എന്നുണ്ടെങ്കിൽ പടല മൂഞ്ചിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര കിഡിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറയും ഏറെക്കാട്ടി ബെറ്റർ ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇറ്റ് വാസ് വെരി നൈസ്. അവസാനം ഇതിന്റെ തേർഡ് പാർട്ടിന്റെ ട്രെയിലർ ഉണ്ട്, അത് കാണാതെ കുറെ പേര് ഇറങ്ങി പോകുന്നുണ്ട്. ട്രെയിലറിൽ എന്തോ ഒരു സംഭവം ഇനി വരാൻ ഉണ്ടെന്നുള്ള കാര്യം ഒരു ഹൈപ്പ് കിട്ടി. ബട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേനാധിപതിയുടെ ഇനി എന്തോ വേറൊരു വെർഷനോ അതോ എന്താ ഒരു സംഭവം വരുന്നുണ്ട്. അതിലാണ് ആക്ച്വലി കാജൽ അഗർവാൾ വരുന്നത്. ശങ്കർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തേർഡ് പാർട്ടിലാണ് കാജോളിന് ഇമ്പോർട്ടൻ്റ് റോൾ വരുന്നുള്ള കാര്യം. അപ്പം അടുത്ത തേർഡും കൂടെ കണ്ടാൽ മാത്രമേ ഈ പടം ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിവേസ് സെക്കൻഡ് പാർട്ട് ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. തേർഡിൽ എന്തെങ്കിലും ഇതിന് ഈ സെക്കൻഡിൽ എൻ്റേതായിട്ടുള്ള ഒരു പക്ക റീസൺ അല്ലെങ്കിൽ എവിഡൻസ് കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ പടം ലെവലിൽ കയറും. അങ്ങനെ വന്നാൽ മാത്രം, അല്ലാതെ വേറെ ഒരു ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല. പിന്നെ ഒരാളെ പേര് ഞാൻ പറഞ്ഞു, SJ സൂര്യ. അയ്യോ, അവിടെ കുറച്ച് സീനിലും അടുത്ത സീനിലാണ് SJക്ക് റോൾ ഉള്ളത്. പക്ഷെ ഇതിൽ വന്ന സീൻസ് ഒക്കെ പൊളിച്ചടുക്കിയിട്ട് പോയി. SJ സൂര്യ അടിപൊളിയായിരുന്നു. ഇനി എന്തായാലും ഞാൻ പറഞ്ഞില്ല, തേർഡ് പാർട്ടും കൂടെ ഇനി എന്തെങ്കിലും കണ്ടാലേ ഒരു പക്ക അത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ കുറെ വേസ്റ്റ് സിറ്റുവേഷനും വേസ്റ്റ് സീനൊക്കെ ഉണ്ടായിരുന്നു മൂവിയിൽ.
ആ ട്രെയിലറിൽ കാണിച്ച ആ ഒരു ബോഡി ഫീൽഡ് അല്ല, പിന്നെ അങ്ങോട്ട് മാറും, സംഭവങ്ങളൊക്കെ മാറും. അതൊന്നും അല്ല മെയിൻ സംഭവം, അത് പടം കാണേണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ എടുത്തു പറഞ്ഞ വേറെ സംഭവം, ഇത്തെ ഫൈറ്റ് സീൻസ് എടുത്തു പറയണം. ആ ഫുൾ മറ്റേ മർമ്മം കളി തന്നെയാണ്. പക്ഷേ ആ ഫൈറ്റ് സീൻസ് ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ വലിയ അങ്ങനെ ഓവർ സീനൊന്നും അല്ല കേട്ടോ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫൈറ്റ് സീൻ തന്നെയാണ്. പീറ്റർ ഹേന് അൻബർ ഇവരെല്ലാം കൂടെ ഒരു കോംബോ ആണ്. ലാസ്റ്റത്തെ ഫൈറ്റ് സീൻ ചെയ്ത അൻബറുമാണ്. അങ്ങനെ ഓവർ സാധനമൊന്നുമല്ല. പക്ഷേ അവസാനത്തെ ഒരു സിറ്റുവേഷൻ ബോബി സിംഹയ്ക്ക് ഒരു മർമ്മം കൊടുക്കും. പക്ഷെ അതിൽ എനിക്കൊരു സാറ്റിസ്ഫൈ ആവുന്നില്ല. കാരണം ഇന്ത്യൻ ഫസ്റ്റ് കണ്ടവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും. ഇന്ത്യൻ ഫസ്റ്റ് കണ്ടിട്ടേ സെക്കൻഡ് കണ്ടിട്ട് കാര്യമുള്ളൂ. ഫസ്റ്റ് ഉടനെ കണ്ട് സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡിന് എപ്പോൾ വെറുത്തെന്ന് ചോദിച്ചാൽ മതി. അത് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡിൽ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആകുമായിരിക്കും. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റിൽ നമുക്ക് മനസ്സിലാവും, ഫസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ ഒരു മർമ്മം കുത്തിക്കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ. അത് തിരിച്ച് ആ കുത്തിയ സാധനം നമുക്കത് തിരിച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മർമ്മം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുത്ത് നമുക്ക് ആ ആളെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ സെക്കൻഡ് ഇതിൽ ഒരു സാധനം വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ഇനി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതൊക്കെ അത് ശങ്കർ എന്ത് പറ്റി അവിടെ അങ്ങനെ കാണിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. വേറെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഓപ്ഷൻ ഫസ്റ്റിൽ ഓപ്ഷൻ സെക്കൻഡിൽ എന്തുകൊണ്ട് ഓപ്ഷൻ ഇല്ല എന്നുള്ള ഡൗട്ട് എനിക്കവിടെ വന്നുപോയി. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ബോബി സിംഹയുടെ സീനാണ്, ലാസ്റ്റത്തെ സീനാണ്. അത് എന്തുകൊണ്ട് പുള്ളി തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റിൽ, ആ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് സെക്കൻഡിൽ എന്തുകൊണ്ട് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തുകൂടാ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നോക്കാം തേർഡ് നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടും. ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു. എന്തോ ഒരു സംഭവം വരാനുണ്ട്, മേ ബി നല്ലതാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നല്ല പടങ്ങൾ ഇനിയും വരണം, എല്ലാ പടവും നല്ലതാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നല്ല സിനിമ കാണുമ്പോഴാണ് നമുക്ക് പൈസ വെറുത്താവുന്ന എല്ലാം വെറുത്താവുന്നു. പക്ഷേ ഇത് ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഉറങ്ങിയൊക്കെ വീഴാനൊക്കെ പോയെങ്കിലും നൈസ്. അനിരുദ്ധാണ് എന്നെ പിടിച്ചിരുത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അത് എടുത്തു പറയും. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ, ബൈ.